ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലസ് യു ആൻഡ് എസ്. നമ്മളപ്പം വീഡിയോ എടുക്കാൻ പോകും. 2-3 ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഫോണ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് അങ്ങനെ റെഡിയാക്കാൻ പോയിരിക്കുക. ഐഫോണേ അത് കൊടുത്തേക്ക്. ഇതിപ്പോൾ നമ്മൾ വേറെ ഫോണിനകത്താണ് വീഡിയോ എടുക്കുന്നത്. 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ നമ്മൾ ഫോണില്ലാത്തതുകൊണ്ട് വേറെ ദൂരം എങ്ങും ഇപ്പം പോകാൻ പറ്റുന്നില്ല. പിന്നെ മഴയുമല്ലേ. അങ്ങനെ നമ്മുടെ അടുത്ത് നമ്മുടെ ആറാട്ടുപുഴ അവിടെ ഗ്രാമവും കടലും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ച് കുറേ ദിവസം കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക. നമ്മളിന്നത് ഇപ്പോൾ കാറിനകത്താണ് പോകുന്നത്. ഇപ്പോഴത്തെ മൂത്താപ്പ ഉണ്ട്, നമ്മൾ അങ്ങോട്ടൊന്ന് ഇറക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അങ്ങോട്ടങ്ങ് പോകും. ഗ്ലാസ് മടക്കിയേക്കല്ലേ. നമ്മളിപ്പോൾ ആറാട്ടുപുഴയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിനായിട്ട്. പിന്നെ കടലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അവിടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ എല്ലാം കടൽ ഏറ്റവും അവിടുത്തെ നല്ല നമ്മൾ ജനിച്ചു വളർന്ന എൻ്റെ വാപ്പിയുടെ നാടും അവിടെ തന്നെ ആറാട്ടുപുഴ. നമ്മുടെ കുടുംബമൊക്കെ ആറാട്ടുപുഴയല്ലേ ഇപ്പോഴേ. അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അടുത്ത മഴ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വെച്ച് നിർത്തിയ വെച്ചാൽ നമുക്കിനി അങ്ങോട്ട് പോവാം. സംസാരിക്കുന്നതിന് അല്ലേ, വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ എന്തൊക്കെയോ സംസാരിക്കണമെന്നും പറഞ്ഞ് മനസ്സിൽ വന്ന് നിർത്തിയതാണ്. പക്ഷെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മറന്നുപോയി. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എടുക്കാം. ഇവിടുത്തെ പാലത്തിലോട്ട് കയറാൻ പോകും. കൊച്ചിയുടെ ചെട്ടി പാലം കയറാൻ പോവാം നമ്മൾ. ഇക്കരയും കൂടെ ആളുകൾ പോകുന്ന പാലമായത് കൊച്ചിയുടെ ചെട്ടിപ്പാലം. ആറാട്ടുപുഴയിലും നമ്മുടെ ഏരിയയിലോട്ടുമുള്ള കണക്ഷൻ ഇതുവഴിയാണ്. പണ്ട് ഇതുവഴി ജങ്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കാം. നമ്മുടെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ? എൻജിൻ ഓണാക്കുക. അത് അതങ്ങ് പോയി. ഇതുണ്ടോ കൊച്ചിരട്ടി പാലം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇനി വലിയഴിക്ക പാലമുണ്ട്. അതിൻ്റെ ലൈറ്റ് ഹൗസും ഒക്കെ ഉണ്ട്. അങ്ങ് നമുക്ക് കാണാൻ പറ്റുമോ? കണ്ടോ? നമുക്കിനി അവിടെയും പോവാം. നമുക്ക് ആദ്യം ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ വിഷ്വൽസ്. നമുക്ക് വണ്ടി എടുക്കാം. ഇനി നമ്മളിതേ അവിടുന്ന് പാലത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നത്. നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത്, വലത്തോട്ട് പോകണം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് വലിയഴിക്ക പാലം. ലൈറ്റ് ഹൗസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതോ വലിയഴീക്കൽ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ എല്ലാം അങ്ങനെ. അതെ, കടൽ തീരത്ത് ഇതെല്ലാം. ഉണ്ടോ? അതെ, കടൽ നല്ല തിരയുണ്ട്. പണ്ട് ഇവിടം വരെ ഒന്നും അല്ലായിരുന്നു ഉള്ളത്, അങ്ങായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നടന്നൊക്കെ പോവായിരുന്നു. ഇത് അവിടെ കണ്ടോ, അതേപോലെ അങ്ങോട്ട് നടക്കാമായിരുന്നു. പക്ഷെ ഇപ്പം ഇതിങ്ങനെ വന്നത് അതിന് മണ്ണിൻ്റെ ഇതെല്ലാം കൂട്ടിയത് എല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുക. കടലിങ്ങനെ കയറുന്നുണ്ട് എപ്പോഴും റോഡിലോട്ടും എല്ലാം. ഇവിടെ എല്ലാം മിക്കപ്പോഴും കടൽ കയറ്റം ആയിരിക്കും. ഇപ്പം ഇവിടം വരെ ഒന്നും അല്ലായിരുന്നു, അങ്ങായിരുന്നു.
നല്ലാണിക്കൽ കഴിഞ്ഞ് നമ്മൾ നല്ലാണിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ് നമ്മൾ ആറാട്ടുഴ ഇട്ട് പൊക്കോണ്ടിരിക്കുക. ആറാട്ടുഴ ആയില്ല എങ്കിലും ഇത് ഗ്രാമങ്ങൾ തന്നെ. അതേ സൈഡിൽ കടൽ വേണ്ട എല്ലാം അതിൻ്റെ ഭാഗമാണ് അത്. നമ്മൾ ആറാട്ടുഴ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുക. അവന് ഇതുണ്ടോ എല്ലാം ഗ്രാമങ്ങളാണ് ഇതെല്ലാവേ. നമ്മളതേ ആറാട്ടുഴ എത്തി. അവിടെ AKG നഗർ അതുണ്ട് AKG. അത് AKG എന്ന് അവിടെ അറിയപ്പെടുന്ന പേര്. നമ്മുടെ വണ്ടിയിൽ ഇവിടെ പാർക്ക് ചെയ്ത് കണ്ട കടൽ. എല്ലാം കടൽ കയറി പോയതാണ് ഇവിടെ എല്ലാവേ. ചെറിയൊരു മഴ പെയ്താലും അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കടലിൽ. ഇപ്പം ഇത് കണ്ടോ ഈ മറ്റേ കല്ല് അല്ലാണ്ടുള്ള കല്ല് കൊണ്ടിട്ടേക്കുന്നുണ്ടോ അതോ അതിട്ടിട്ടും കടലൊക്കെ കയറുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കയറി ഇങ്ങനെ അടുത്ത് എത്തി. ഏകദേശം റോഡിനോട് ചേർന്നായി. പലയിടത്തും റോഡ് ഇല്ല, കടൽ ഇങ്ങനെ കയറി നിൽക്കുക. കല്ലും നമ്മൾ ആറാട്ടുഴ എത്തി. അങ്ങനെ ഇതുണ്ടോ ഇതാണ് നമ്മുടെ കുടുംബ നാട് ആറാട്ടുപുഴ. നമ്മളങ്ങനെ ദേ അവിടുന്ന് മുന്നോട്ട് നീങ്ങി ഇവിടെ വന്നു. ഇവിടുന്ന് ഇച്ചിരി കൂടെ പോകുമ്പോൾ സ്റ്റാൻഡാണ്, ആറാട്ടുപുഴ സ്റ്റാൻഡ്. ഇങ്ങനെ ഈ കല്ലിങ്ങനെ ഇട്ടിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. കാരണം ഈ കടൽ കയറുമ്പോഴത്തേക്കെല്ലാം ഇതെല്ലാം ഇങ്ങ് റോഡിൽ കയറും. എപ്പോഴും ഇവിടെ നശിച്ചു പോലാവും. കാരണം ഇതുമൂലം ഒരുപാട് പേരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഉള്ളത് ഇപ്പുറം ഉള്ളതാണേലും ഞങ്ങളുടെ കുടുംബം തന്നെ ഇവിടെ ഉണ്ട്. എൻ്റെ വാപ്പിയുടെ ആണേലും ഉമ്മയുടെ ആണേലും ഇവിടെ ഉള്ളവരുണ്ട്. അവരുടെ വീട്ടിലാണേലും നിമിഷ നേരം കൊണ്ടാണ് കടൽ വന്ന് കയറുന്നത്. പെട്ടെന്ന് ഇരിപ്പിലായിരിക്കും കടൽ വരുന്നതും. നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ കായംകുളത്താണേലും ഇത് നമ്മുടെ നാട് തന്നെയല്ലേ. അപ്പം ഇതും നമ്മൾ സംരക്ഷിക്കണമല്ലോ. ഇതിന് പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നമ്മളാൽ കഴിയുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കണം. കാരണം സങ്കടമുണ്ട്. കാരണം ഇവിടെ മിക്കപ്പോഴും കടൽ കയറ്റവും ഒക്കെയാണ്. ഇവിടെ ആളുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെ ഉള്ളവർ മിക്കവും കടലിൽ പോകും, മീൻ പിടിക്കൽ അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അതും നല്ല ഈ കടലേറ്റം വരുമ്പോൾ അതും എങ്ങനെ അതിനും ബുദ്ധിമുട്ടല്ലേ വരുന്നത്. അപ്പം അതിനുള്ള എന്തെങ്കിലുമൊക്കെ വഴി കാണണം. നമ്മളത് അവിടെ വീഡിയോ എടുത്തിട്ട് മുന്നോട്ട് പോവാനി. കണ്ടത് ആളുകളൊക്കെ ചൂണ്ട ഇടുന്നുണ്ട് അവിടെ. എന്തത് അത് ഈ വണ്ടി ആ കല്ല് പൊക്കി ഇങ്ങോട്ട് ഇടുന്നതിൻ്റെതാ. അവിടെ കിടന്ന വണ്ടിയില്ലേ. ഇവിടുന്ന് അങ്ങോട്ടാണ് ആറാട്ടുപുഴ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഉള്ളിലോട്ട് പോയി അങ്ങോട്ട് കുറേ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബ വീട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ്. ഇത് ആറാട്ടുപുഴ ബസ് സ്റ്റാൻഡ്. ഇതണ്ട ഇതുണ്ടോ ഇത് ഈ കാണുന്ന പച്ച വീടുണ്ട്. ഇതെല്ലാം കടൽ കയറി പോയ വീടാ. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി വന്ന് ഇത് ആ കാണുന്ന വീട് ഞങ്ങളുടെ എന്താ മുത്തുമാട വീടാണ്. എൻ്റെ ഇതൊക്കെ ഒരു വീടായിരുന്നു. കടൽ കയറി പോയതാ. അതൊക്കെ നമുക്ക് കാണാം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് ഇങ്ങോട്ട് പോയതുണ്ടോ. കടല്
ഇപ്പം കാല് നനച്ചാൽ ശരിയാകത്തില്ല, വണ്ടി കയറേണ്ട. നല്ല രീതിയിൽ കടലടിക്കുന്നുണ്ട്. തിര നല്ല രീതിക്ക് ഇവിടെ തിര അടിക്കുന്നുണ്ട്. അതെ, നമുക്ക് അങ്ങോട്ടും നീങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവിടുന്ന് പോവാം നമുക്ക്. കണ്ട ഇതൊക്കെ ഈ കടലേറ്റത്തിൽ പൊളിഞ്ഞു പോകുന്നത്. ഇത് കണ്ട ഓരോ വീടുകളൊക്കെ ആയിരുന്നു, എല്ലാം പൊളിഞ്ഞ് ഇപ്പുറം എല്ലാം ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ വന്ന വഴി ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വന്നപ്പോൾ ഒരു കോള് വന്ന് വിട്ടുപോയതാണ്. നമ്മൾ വന്ന വഴി ഒരെണ്ണം ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അവിടെ വീട് വെച്ചതാണ്, പുതിയ 2 നില വീട് വെച്ചു. പക്ഷേ കടൽ കയറി അതിൻ്റെ പുറകെല്ലാം പോയി. അങ്ങനെ അവിടുന്ന് അവരെ ആളുകൾ താമസം മാറിപ്പോയി. ആ വീട് ഇതാരും ഇല്ലാതെ കിടക്കും. ഇപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടിയിലോട്ട് കയറി ഇവിടുന്ന് വണ്ടി എടുക്കാം പോവാം. നമ്മളത് മുന്നോട്ട് പോവാൻ നമ്മളിപ്പോൾ അവിടുന്ന് ആറാട്ടുഴ അവിടുന്ന് മുന്നോട്ട് ഇനി പത്തിശ്ശേരി. നമ്മളിത് ഇപ്പം ഇത് പത്തിശ്ശേരി പത്തിശ്ശേരി അവിടുത്തെ പള്ളിയാണ്. ഇവിടുന്ന് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടെ ആറാട്ടുഴയിലെ മംഗലം സ്കൂളെന്ന് പറയും. മംഗലം സ്കൂള് ഇവിടം കഴിഞ്ഞ ഇവിടുന്ന് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് മംഗലം സ്കൂൾ. ഇത് ഇവിടുത്തെ അമ്പലമാണ്. ഉണ്ടോ? ഇത് സ്കൂളിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. സ്കൂളിൻ്റെ പുറവശത്തോടെ നമ്മൾ പോകുന്നത്. ഇത് ഈ അമ്പലം ഏതുണ്ടോ, സ്കൂളിൻ്റെ ഗേറ്റ്, ഫ്രണ്ട് ഗേറ്റ്. അത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മംഗലം ഉണ്ടോ. ഇതാ നമ്മുടെ ഇവിടുത്തെ AC പള്ളി എന്ന് പറയും. ഇവിടുന്ന് അകത്തോട്ട് പോവാം നമുക്ക്. ഞാൻ പണ്ട് ഫസ്റ്റ് LKG ഒക്കെ പഠിച്ച ഫസ്റ്റ് സ്കൂളായത്. അൽ അമീൻ സ്കൂളെന്ന് വരുന്നത്. അൽ അമീൻ പബ്ലിക് സ്കൂൾ ഉണ്ടോ. അൽ അമീൻ പബ്ലിക് സ്കൂൾ ഇവിടെ ആയിരുന്നു ഞാൻ പഠിച്ചത്. ഇത് ഇവിടുത്തെ AC പള്ളി. ഇവിടുന്ന് അങ്ങ് അറ്റം പോകുമ്പോഴത്തേക്ക് കായലാണ്. ഞാൻ വന്നപ്പോൾ കാണിച്ചില്ലേ കൊച്ചിരട്ടി പാലം, ആ പാലമായിട്ട് ബന്ധിപ്പിക്കുന്ന കായൽ. റൂട്ടുണ്ട്, ചെറിയ വഴിയാണ്, ഒരു കാറ് പോകാനുള്ളൊരു ഇതേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും അങ്ങോട്ടൊന്നും കയറുന്നില്ല. പിള്ളേർ മദർസയിൽ പോയിട്ട് ഇതുണ്ട. ഇത് നമ്മുടെ കൊച്ചായത് വാപ്പിയുടെ അനിയന്. ഒരു ഹായ് പറ കൊച്ചാ. ഹായ്. എവിടെ പോവായിരുന്നു? ആള് വണ്ടിയിൽ ഇത് പോവായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ കണ്ടതാ. വേറെ എന്തോ ഉണ്ട് വിശേഷം? പാട്ടുകാരനാ ആള്. 2 വാക്ക് പറയൂ ഇതിനെ പറ്റി. കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഈ പ്രദേശത്തുള്ള എല്ലാവരും ദുരിതത്തിലായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം മഴയും ഇതൊക്കെ കൂടുമ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര ഭീതിയിലും ഭയങ്കര പ്രയാസത്തിലൊക്കെ ഇവിടെ ഉള്ളവർ. പലരും വന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഇങ്ങനെ പോവുക. കുറേ വർഷം കഴിയുന്നവരും പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും പ്രശ്നം. നടക്കാൻ വീട്ടിൽ വഴി പോകാൻ പറ്റത്തില്ല, വണ്ടി പോകത്തില്ല, റോഡും എല്ലാം തടസ്സം, മൊത്തം പ്രശ്നം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം നമുക്ക് ഇതുവരെ ആരും കാണാൻ പറ്റിയിട്ടില്ല, ആരും ചെയ്തിട്ടുമില്ല. അതെ, പോയിട്ട് വാ, കാണാം.
നമ്മളിതേ ഇവിടുന്ന് പോവാ. പാട്ടുകാരനൊക്കെ എന്ത് പാട്ടൊക്കെ പാടാൻ പോവാ. നമുക്ക് ഇനി ഇവിടുന്ന് പോവാ. ഇതാ നമ്മള് നമ്മുടെ കുടുംബ വീട്ടിലോട്ട് പോകുന്ന വഴിയായത്. ഇവിടുത്തെ പള്ളി ഇവിടെ ഈ സ്കൂളുണ്ടോ ഇവിടെ? ഇതിൻ്റെ അപ്പുറത്ത് MU എന്ന് പറയും. ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് ഇത്. അതാണ് അതിനെ ഇതും സ്കൂളാണ്. ഇപ്പം പിള്ളേർ ഇവിടെ പഠിക്കുന്നത്. ഇത് പിള്ളേർ ഇവിടെ നിന്ന് പഠിക്കുന്നതായിരുന്നു. ഇപ്പുറത്തെ ഇവിടെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ. എല്ലാം പൊളിച്ച് കളഞ്ഞ് പഴയതായിരുന്നു. ഇതേ നമ്മൾ ഇവിടെ നമ്മുടെ കുടുംബ വീട് അതോ ആ കാണുന്നത് ആ പിങ്ക് കളർ അത് ഇപ്പോൾ പുതുക്കി പണിഞ്ഞതാ. പൊളിച്ചിട്ടെ വേറെ വെച്ചതാ. ഇങ്ങനെയല്ലായിരുന്നു, ഉള്ളിലോട്ട് വേറെ വീടായിരുന്നു. നമ്മളിത് വീട്ടിലെത്തി.